ഹലോ, അസ്സാം വലൈക്കും. അപ്പം ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോകട്ടോ. ക്രിസ്മസിൻ്റെ ഒഴിവൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. നമുക്ക് ലുലു മാൾ പോകണം, ബീച്ചിൽ പോകണം എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് പോണത്. അപ്പം ഇങ്ങനെ നമ്മൾ മമ്മാലിപ്പടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹൈവേക്ക് കടന്നിക്കണം കേട്ടോ. പുതിയ ഹൈവേ വന്നുകൊണ്ട് ഇപ്പോൾ അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തും. അല്ലെങ്കിൽ നല്ല പണിയാണല്ലോ, എത്ര നേരം ഇരിക്കണേന്നില്ലേ നമ്മൾ കോഴിക്കോട്ടേക്കൊക്കെ ഒന്ന് പോകണമെങ്കിൽ. നമുക്ക് പിന്നെ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലൊക്കെ കോഴിക്കോട്ടുകാരെക്കാട്ടിയും മലപ്പുറംകാരാണ് തോന്നുന്നു കൂടുതൽ. അത് എനിക്കിങ്ങനെ തോന്നിയൊരു കാര്യം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരിക്കണം? അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് മലപ്പുറംകാരാണ്. കോഴിക്കോട് ബീച്ച് പിന്നെ രാത്രി 12 മണി ആയാലും ഫുള്ള് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞ് നിൽക്കണം കേട്ടോ നമ്മൾ കാണാം. അപ്പോൾ ഇതാ മക്കളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. എവിടേക്കും പോവുക പറഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷമാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളെ പോക്കറ്റ് കാലിയാവണ കോലാണ് തോന്നണത്. അപ്പോൾ ഇതാ അവരെല്ലാവരും കൂടെ ആകെ ഫുഡ് കഴിക്കാനാട്ടോ. അപ്പോൾ എങ്ങണ്ടാന്ന് എന്തിനാന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഫുഡിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കേട്ടിയില്ല പറഞ്ഞത്, ഫുഡ് കഴിക്കാനാണ് ഇവർ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇന്നിൻ്റെ ഞങ്ങൾ രണ്ടാളും പോക്കറ്റ് മിക്കവാറും കാലിയാവും. അപ്പോൾ അത് ഞാൻ ഫസ്റ്റായിട്ടാട്ടോ ലുലുവിൽ വരുന്നത്. ഇപ്പോൾ അതാ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിലൊക്കെ അലങ്കരിച്ചിരിക്കണ മാളിൻ്റെ പുറത്തൊക്കെ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ ഇത് ഇവിടെ ഓപ്പൺ ആയതിൻ്റെ ശേഷം ഫസ്റ്റ് ടൈം വരുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മാളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. താഴെയൊന്നും വലിയ ആൾക്കാരെ തിരക്കും ബഹളമൊന്നും കാണാനില്ല ക്രിസ്മസ് ആയിട്ടും. പക്ഷെ മുകൾക്കാണ്ട് കയറിയപ്പോൾ നമുക്ക് മനസ്സിലായി ഫുള്ള് ആൾക്കാരാട്ടോ. നല്ല ആളുണ്ട് ഇന്ന്. ഒന്നാമത് സ്കൂൾ പൂട്ടിയ ടൈമല്ലേ, അപ്പോൾ കുട്ടികളും എല്ലാവരും ഉച്ച ടൈമാണ്. ഞങ്ങളൊരു 11 മണിക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി. അപ്പോൾ മക്കളിതാ അവിടെ ക്രിസ്മസ് ട്രീൻ്റെ ഒക്കെ എടുത്ത് പോയി ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഇതിന് എൻ്റെ സിസ്റ്റർ എവിടെ വണ്ടി കണ്ടാലും അവിടെ വീഴും നന്നായി കേട്ടോ. അപ്പോൾ വണ്ടീനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചറിയണം. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ മേലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർക്ക് പോവാട്ടോ ഗ്രൗണ്ടിൽ നിന്ന്. അപ്പം അങ്ങനെ ഫസ്റ്റ് ഫ്ലോർ പോയി ഞങ്ങളവിടെ ഇങ്ങനെ എന്താണെന്നൊക്കെ നോക്കി. പിന്നെ അധികം നമ്മളെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടാവില്ല മേലെ ആണല്ലോ. അപ്പം മേലേക്ക് പോകാൻ വിചാരിച്ചിട്ട് ഏറ്റവും മുകളിലേക്ക് പോകാനുള്ള പരിപാടി കേട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ വിശന്നിക്കണ സമയം ഉച്ച സമയമായില്ലേ. അപ്പോൾ വിശക്കുണ്ട് എന്ന് പറയണം. അപ്പോൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ നല്ല ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് ഏതായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി എല്ലാ പരിപാടിയും നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ മുകളിൽ കയറി. അപ്പോൾ അതാ മുകളിൽ ഐസ്ക്രീമും KFCയും ഫുഡും എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഏതാ ഓർഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ രണ്ടാളും രണ്ട് സൈഡിലേക്ക് പോയാൽ അങ്ങനെ ഓർഡർ ചെയ്യല്ലോ. അപ്പോൾ അതാ മോന് വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതാ ഓള് ഒരു എന്തോ സ്പെഷ്യൽ ഷവർമ്മ വാങ്ങിക്കൊടുന്നിക്കണ്. അപ്പോൾ അത് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ മോനിതാ നൂഡിൽസ് വാങ്ങിക്കണ്. അത് ഒരു സൂപ്പ് നൂഡിൽസാണ്. അത് വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. അത് മന്തി വാങ്ങിക്കണ്. പിന്നെ KFC വാങ്ങി. KFC എല്ലായിടത്തും കഴിക്കണ ടേസ്റ്റ് തന്നെ. പക്ഷെ മന്തി അത്ര ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലേന്നു. എൻ്റെ അമ്മ പറയണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മന്തി അതിലും ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റാണ് KFC വന്നത് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിരിക്കണം. അപ്പോഴത്തിന് എല്ലാ ഫുഡും കഴിക്കൽ കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതിങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെ പറയണം മക്കൾ. KFC എല്ലാം ക്രിസ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അടുത്തൊന്നും ഇവിടുന്ന് KFC തിന്നിട്ടില്ല. ഗൾഫ് പോയപ്പോൾ തിന്നതാണ്. നമ്മളവിടെ ഉള്ള ഫ്രൈഡ് ചിക്കനൊക്കെ ഇപ്പോൾ പല ഫ്രൈഡ് ചിക്കൻ കിട്ടും, KFC കിട്ടൂലല്ലോ. അപ്പോൾ ഒരു ഫലൂദ വാങ്ങി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മോൻക്ക് അവിടെ നിന്ന് ബലൂണൊക്കെ കിട്ടിയിരിക്കണു. അപ്പോൾ ഒരാൾക്ക് ബലൂൺ കിട്ടിയപ്പോൾ മറ്റാൾക്കും ബലൂൺ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചോദിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികളെ ഗെയിമിങ് ഏരിയക്കൊക്കെ പോയി. അപ്പോൾ മോന് നമ്മളതിൽ പൈസയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ വെറുതെ അവനെ കയറ്റി ഇരുത്തിയതാണ്. അവനതിനൊന്നുള്ള പ്രായമായിട്ടില്ല. കയറി ഇരുന്നിട്ട് തന്നെ അതിന് എണീക്കാനുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് പോരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് അവൾ എന്തൊക്കെയോ ഡെസേർട്ട് ഐറ്റംസ് വാങ്ങിക്കണം, ഇങ്ങോട്ട് കഴിക്കാൻ വാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റണ്ട. അവന് വരണേ ഇല്ല. അവന് ഒന്നിന്ന് ഇറങ്ങും അടുത്തയിലേക്ക് കയറും. ഈ വണ്ടിപ്രാന്താണല്ലോ ഈ ആൺകുട്ടികളാകുമ്പോൾ. പെൺകുട്ടികൾക്കുണ്ട് ഇട്ടപ്പോൾ ഒന്നാമത് എൻ്റെ സിസ്റ്റർ തന്നെ അതിനുള്ള ഉദാഹരണം. അവൾ എവിടെ വണ്ടി കണ്ടാലും വണ്ടിൻ്റെ ആളാണല്ലോ അവൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നല്ല ഭംഗിയുള്ള ക്രിസ്മസ് കൂടാരം ഒക്കെ ഉണ്ടാക്കിയിരിക്കണു.
അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പ്രാവശ്യം ഫുള്ള് അലങ്കരിച്ചിരിക്കണ ലുലു മൊത്തം അലങ്കരിച്ചിരിക്കണം. അതൊക്കെ കഴിഞ്ഞ് അടുത്തത് ബൈക്കാണ്. ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങൾ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൊന്നും കയറിയിട്ട ചെറിയ ബേബിക്ക് എന്തെങ്കിലും ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ മേടിക്കാൻ വിചാരിച്ച്. നല്ല ലൈറ്റ് വെയ്റ്റിൻ്റെ ഗോൾഡൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് ഡ്രസ്സൊക്കെ ഇങ്ങനെ അവൾ നോക്കുകയാണ്. പക്ഷേ ഒന്നും വാങ്ങിയിട്ടില്ല, ഡ്രസ്സൊന്നും നമ്മൾ വാങ്ങിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഷോപ്പുണ്ട് അവിടെ. അപ്പോൾ കുട്ടികളുടെ ഷോപ്പ് കയറാമെന്ന് വിചാരിച്ച്. കുട്ടികളുടെ ഷോപ്പിലൊക്കെ നല്ല തിരക്കുണ്ട്, നല്ല ഓഫറുണ്ട് കേട്ടോ. നല്ല 129 നല്ല ടീഷർട്ടൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞത് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ച സാധനമായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞതാണ്, പക്ഷെ അവിടെ കിട്ടിയില്ല പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങിക്കണേ ഞാനിവന്, അങ്ങനെ ജ്യൂസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മറ്റാൾ ഇവിടെ നല്ല സെലക്ഷനിലാണ്. അപ്പോൾ ഈ കസേര ഇരിക്കുമ്പോൾ പീ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. അതിന്മേ കുറച്ച് നേരം അതിന്മേ പോയി അതിന്മേ ഇരിക്കുക എണീക്കുക അതെന്നെ പണി. അപ്പോൾ എൻ്റെ സിസ്റ്റർ മോനക്ക് എന്തൊക്കെയോ ചെറിയ ഷൂ പിന്നെ എന്തൊക്കെയോ ബെഡ് കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ കുട്ടികളെ സെക്ഷനിൽ അങ്ങനെ തിരയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തി. അപ്പോൾ ഇതിന് കുട്ടീനെ ഫീഡ് ചെയ്യാൻ അമ്മയും സിസ്റ്ററും പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ ഓരോന്ന് നോക്കി നടക്കുക കേട്ടോ. എന്തെങ്കിലും കുട്ടികൾക്കും എനിക്കും സ്നാക്സ്. അപ്പോൾ ഇതിന് ഉച്ച ടൈം കഴിഞ്ഞ് വൈകുന്നേരം ആയില്ല, 3 മണി ആയിക്കണ്. 3 മണി വരെ നമ്മൾ ആ മാളിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടും നമ്മളിത് അറിയണില്ല, ടൈം പോണത് അറിയില്ലല്ലോ. അതാണ് ഇങ്ങനത്തെ മാളിലൊക്കെ കയറി. അപ്പോൾ നല്ല ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. വീടൊക്കെ ഹൗസ് വാമിംഗ് ഒക്കെ ഉള്ളവർക്ക് വന്നാൽ നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ലോക്ക് കാര്യങ്ങൾ, നല്ല ഷോപ്പീസ്, ഫ്രെയിം, ഗ്ലാസ്, അങ്ങനെ പല സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയില്ലെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ കാണുന്നതിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവർക്ക് ഞാൻ ചായയൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോഴും ഇവർ വന്നിട്ടില്ല, ഫീഡ് ചെയ്യാൻ പോയവർ വന്നിട്ടില്ല. കുട്ടികൾക്ക് ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് പഴംപൊരിയൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു കേട്ടോ. അപ്പോൾ മറ്റാളിപ്പോൾ കുറേയൊക്കെ ഒരു ഒതുക്കം വെച്ചിരിക്കണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഫിഷിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോയതാട്ടോ. നമ്മളെ കായം പറ്റിയ മീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ. അതിപ്പോൾ എല്ലാ മാളിലും ഉണ്ടാവും, പക്ഷെ അത് നല്ലതാണെന്ന് തോന്നുന്നു എനിക്ക്, നമ്മൾ പെട്ടെന്നൊക്കെ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോഴേ. പിന്നെ എല്ലാ ഫിഷ് ഐറ്റംസും ഉണ്ട്, നമുക്ക് കിട്ടാത്ത സാൽമണ് ഒക്കെ ഉണ്ട് ഇവിടെ. എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, എല്ലാ ഫിഷ് ഐറ്റംസും ഉണ്ട്. നമുക്ക് അവിടെ ജീവനുള്ള നമ്മളവിടെ ഫ്രഷ് വാട്ടർ ഫിഷ് വരെ ഉണ്ട്. ഇങ്ങനത്തെ മാളിൽ പോയാൽ നമുക്ക് കിട്ടാത്ത ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ പോയി വാങ്ങാം. ഏതെങ്കിലും ഫിഷിനെ നമുക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് ചിക്കൻ്റെ ഐറ്റംസാണ്, ചിക്കൻ്റെ സെക്ഷനാണ്. അതിലുണ്ട് നമ്മളെ കായം പറ്റിയ ചിക്കനൊക്കെ, പല ഐറ്റം കായം പറ്റിയതുണ്ട്. അത് കഴിഞ്ഞത് ബീഫിൻ്റെ സെക്ഷനാണ്. ബീഫിൻ്റെ സെക്ഷനിലും പല ഐറ്റം ഉണ്ട്, പല തരത്തിലുള്ള ബീഫിൻ്റെ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞത് മട്ടനാണ്. മട്ടൻ ഇഷ്ടമുള്ളവർക്കൊക്കെ എല്ലാ ഐറ്റം മട്ടനും ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതാ ഇവിടെ ഫിഷിനെ വിൽക്കാൻ വെച്ചിരിക്കണം കേട്ടോ. നല്ല ഫൈറ്റർ ഫിഷ് തന്നെ ഉള്ളത്, അതന്നെ തോന്നുന്നു. അപ്പോൾ അതിന് നല്ല രസമുള്ള കളറുകളുണ്ട് കേട്ടോ, നമ്മൾ കാണാത്ത ഐറ്റം കളറ്. അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ് മക്കൾ. അപ്പോൾ എൻ്റെ ഉമ്മീന് വന്നപ്പോൾ മക്കൾ കാണിച്ചു തരികയാണ്. വലിയ സ്രാവാണ് മാമിയെന്ന് പറഞ്ഞ് കാണിച്ചു തരിക കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ജീവനുള്ള മീനുണ്ട് ഇവിടെ വിൽക്കാനുമാണെങ്കിൽ നമുക്ക്, നാടൻ മീൻ. അപ്പോൾ നല്ല ഭംഗിയുള്ള കണ്ടില്ല ഫൈറ്റർ ഫിഷ്. ഫൈറ്റർ ഫിഷിൽ ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, എല്ലാ കളറുണ്ട്. എൻ്റെ മൂത്ത ആൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് വാങ്ങിച്ചിരുന്നു എന്നും എന്നോട് പറയും, ഒരു ഫൈറ്റർ ഫിഷിനെ വാങ്ങിത്തരാം. പിന്നെ വീട്ടിൽ കൊടുന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നോക്കിയില്ലെങ്കിൽ അതൊക്കെ ചത്തു പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങാൻ ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറിയപ്പോൾ നേരം 6 മണി ആയിക്കണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലെത്തിയ എന്തോ പറത്തി വിടണ ലേറ്റുള്ള സാധനമല്ലേ കുട്ടികൾ കളിക്കണം. അതിങ്ങനെ അതിൻ്റെ കച്ചവടക്കാരാ മുഴുവനും. പഴയ പോലെ മറ്റേ കുറേ നമ്മളെ സ്നാക്സിൻ്റെ കച്ചവടക്കാരൊക്കെ ചെറിയ ചെറിയ പീടികകളൊക്കെ പോയിട്ടോ. അപ്പോൾ അയാളിത് മേലേക്ക് പറത്തി വിടുക കേട്ടോ ആ സാധനം. അതിപ്പോൾ 2 ആൾ ഓരോന്ന് വാങ്ങി. എൻ്റെ ചെറിയ ആൾ വാങ്ങിയിട്ടില്ല, മറ്റവരൊക്കെ വാങ്ങി. അത് പറക്കുണ്ട്, അതേപോലെ താഴത്തേക്ക് വരുന്നുണ്ട്. ബീച്ച് മൊത്തം കാണുന്നത് ഈ ഒരു സാധനം, ഈ ഒരു ലൈറ്റ്. അത് കുട്ടികളത് ആകർഷിച്ചിട്ട് അത് വാങ്ങാൻ പോവുകയും ചെയ്യും. പിന്നെ ബീച്ചിൽ നല്ല തിരക്കാട്ടോ. പാർക്കിങ്ങിനൊക്കെ ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടിട്ടാണ്.
പാർക്കിംഗ് ഒന്നും കിട്ടാനേ ഉണ്ടായിരുന്നില്ല അവിടെ. കുറേ നേരം കറങ്ങി കറങ്ങി പിന്നെ ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. ഞങ്ങളോട് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഒരു അടച്ച വഴിയിലേക്ക് ഞങ്ങൾ 2 പ്രാവശ്യം ചെന്നെത്തിയത്. പിന്നെ അങ്ങനെ തിരിഞ്ഞ് ഇവിടെ എത്തി. ഞാൻ പറഞ്ഞു എന്നിട്ട് നമുക്ക് തിരിച്ച് പോവാന്ന്. അപ്പോൾ സിസ്റ്റർ ഇതുവരെ വന്നെങ്ങാണ്ട് ഇനി ബീച്ച് പോവാതെ പോവുക, കാരണം അത്രയും നമ്മൾ കറങ്ങിയിരിക്കണം. അപ്പോൾ നമുക്ക് കുട്ടികളായിട്ട് മടുക്കുമല്ല. അപ്പോൾ ഓക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്വീറ്റ് കോൺ വാങ്ങിയിരിക്കണ്. ഇത് ഭയങ്കര രസമായിട്ട്. ഇതിൻ്റെ ബട്ടർ സാൾട്ടാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് ഈ ടേസ്റ്റാണ് ഇഷ്ടം. പല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇവരിത് വാങ്ങിയിട്ട് മേലേക്ക് പറത്തലും പരിപാടിയൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ അതിൻ്റെ അടുക്ക് ഞാൻ കുറച്ച് പെന്ന് വാങ്ങി. അത് നമ്മളൊരു വികലാംഗന ഒരാളവിടെ അത് സെയിൽ ചെയ്തിരുന്നു. അപ്പോൾ പാവം തോന്നിയിട്ട് അതൊരു കടലാസിൻ്റെ പെന്നില്ല, പേപ്പർ പെന്ന്, അത് വാങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ അടുക്ക് മക്കൾ പല സർക്കസും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലല്ലേ മക്കൾക്കൊരു സന്തോഷം. മേലേക്ക് പറത്തുണ്ട്, താഴത്തേക്ക് വരുന്നുണ്ട്. രണ്ടാളും അത് വാങ്ങി. അപ്പോഴത്തെ ഞാൻ പറഞ്ഞ ആൾക്കാരെ മേത്ത് തട്ടണ്ട. അപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങണുള്ളൂ കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ ഇതിന് വരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോനക്ക് ഇപ്പോൾ 2 പ്രാവശ്യം വരെ ഫോർമുല മിൽക്ക് കൊടുത്ത് ഓനക്ക് ഇടയ്ക്ക് അത് കൊടുക്കലുണ്ട്. മോനക്ക് ഈ വെളിച്ചം ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. സൗണ്ടൊക്കെ എല്ലാ കുട്ടികൾക്കും സൗണ്ടിനോടൊക്കെ ഇഷ്ടമില്ലായില്ലേ. അവന് അത് വെളിച്ചമൊന്നും ഇഷ്ടമില്ലാത്ത പ്രശ്നമല്ലേ, ഭയങ്കര കാര്യമാണ്. വെളിച്ചത്തിലേക്ക് പേടിയാണ് അവന്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പാരഗണിൻ്റെ സ്നാക്സിൽ പോയിട്ട് ഒരു ഷവർമയും ചായയൊക്കെ വാങ്ങി കഴിച്ച്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നപ്പോൾ 11 മണിക്ക്. പിന്നെ അത് ലാസ്റ്റ് ഫുഡ് കഴിച്ച് വീട്ടിലെത്തി. അപ്പോഴത്തേക്ക് തന്നെ കോഴിക്കോട്ടെ വിശേഷങ്ങൾ. അപ്പോൾ